സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സി.വി. നിർമ്മല എഴുതിയ നോവൽ ഇലവീഴ പൂഞ്ചിറ തുടരുന്നു. ഭാഗം 8. കോടാനുകോടി വിലമതിക്കാവുന്ന നിധികൾക്കൊപ്പം സ്ഥാനം അവൾ അതിന് കൽപ്പിച്ചു. അവൻ സന്തോഷമായി ജീവിക്കട്ടെ, അതും തങ്ങളുടെ സ്വത്തുകൊണ്ടാണെങ്കിൽ ഏറെ സന്തോഷം. അതിനു പിന്നിൽ ത്യാഗത്തിൻ്റെതായ ഒരു തൃപ്തി ഉണ്ടെന്ന് അവൾക്ക് തോന്നി. താൻ അനുഭവിക്കേണ്ട സുഖസൗകര്യങ്ങൾ, ധനം, സൗഭാഗ്യങ്ങൾ എല്ലാം അവൻ്റെ സുഖത്തിനും സൗഭാഗ്യത്തിനും വേണ്ടി വിട്ടുകൊടുത്തതുപോലെ ഒരു സംതൃപ്തി. തനിക്കുള്ളതെല്ലാം അവന് നൽകിയതുപോലെ ഒരു ആനന്ദം. നാളെയാണ് ബേബിച്ചായൻ്റെ കൂട്ടുകാരൻ ജോണിക്കുട്ടി തന്നെ പെണ്ണ് കാണാൻ വരുന്നത്. ചാച്ചനും ബേബിച്ചായനും കൂടി ധൃതി പിടിച്ച് തൻ്റെ കല്യാണം നടത്താൻ ഒരുങ്ങിയാണ്. ജിമ്മിച്ചിൻ്റെ കുടുംബത്തോട് പ്രതികാരം ചെയ്യാൻ എന്ന പോലെ. തനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ, വിവാഹം ഉടനെയൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആരുമില്ല. തൻ്റെ ശബ്ദത്തിന് ഇവിടെ എന്ത് വില, തൻ്റെ എതിർപ്പുകൾക്ക് എന്ത് വില. ഇതായിരിക്കും തൻ്റെ വിധി. അവൾ വിളക്ക് ഊതി അണച്ചു. ഇരുട്ടിൽ തണുത്തു കിടന്ന പായിലേക്ക് മുഖം അമർത്തി. ഷീബയുടെ പെണ്ണ് കാണൽ ചടങ്ങാണിന്ന്. പള്ളിയിൽ പോകാനും ബന്ധുഗ്രഹങ്ങളിൽ പോകാനും മാത്രം ഉപയോഗിക്കുന്ന ഒരേ ഒരു സാരി അമ്മ അവളെ ഉടുപ്പിച്ചു. ചെറുക്കനോടൊപ്പം അകന്ന ബന്ധുക്കളെന്ന് സ്വയം പരിചയപ്പെടുത്തിയ 2 പേരും ഉണ്ടായിരുന്നു. ചടങ്ങ് വേഗം അവസാനിച്ചു. കല്യാണം ഉറപ്പിക്കലിൻ്റെയും മനസ്സമ്മതത്തിൻ്റെയും ഏകദേശ തീയതികൾ വരാന്തയിൽ നിശ്ചയിക്കപ്പെടുമ്പോൾ ഷീബ മുറിക്കകത്തിരുന്ന് നിശബ്ദം കണ്ണുനീർ വാർക്കുകയായിരുന്നു. ചെറുക്കൻകൂട്ടർ പോയി കഴിഞ്ഞപ്പോൾ ഷീബ അമ്മയോട് പറഞ്ഞു, എനിക്ക് കല്യാണം ഒട്ടും ഇഷ്ടമല്ലമ്മേ. അല്പമെങ്കിലും ദയവുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഇത് നടത്തരുത്. അത് കേട്ടുകൊണ്ടാണ് ബേബിച്ചൻ മുറിയിലേക്ക് വന്നത്. നിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ലടി. അതും എനിക്ക് വേണ്ടി ചായ. ആ കള്ളുകുടിയന് പിടിച്ചു കൊടുത്ത് എന്നെ നരകിപ്പിക്കാതിരുന്നാൽ മതി. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ചാച്ചനും ഞാനും കൂടി തീരുമാനിച്ച കാര്യമാണെങ്കിൽ അത് നടന്നിരിക്കും. എന്നെ കൊന്നുകളയുകയാ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം. അവൾ അവിടെ നിന്ന് ഏങ്ങലടിച്ച് കരഞ്ഞു. അവളുടെ ഒരു പൂങ്കണ്ണ്. ഈ കുടുംബം നശിപ്പിച്ചവൻ്റെ കൊച്ചുമകനെ തന്നെ വേണം അവൾക്ക് ഇപ്പോഴും. നമ്മുടെ വല്യപ്പച്ചനെ കൊന്ന ചോരക്കറ ആ കുടുംബത്തിൻ്റെ എല്ലാ തലമുറയിലും ഉണ്ടാകുവടി. കുടുംബത്തോടും സ്വന്തം ചോരയോടും കൂറുണ്ടായിരുന്നെങ്കിൽ നീ അവനെ ഇതിനകം പേപ്പട്ടിയെപ്പോലെ വെറുത്തേനെ. ബേബി ചവിട്ടിക്കുലുക്കി ഇറങ്ങിപ്പോയി. പെണ്ണുകാണൽ ചടങ്ങിന് ശേഷം ജോണിക്കുട്ടി ആ വീട്ടിൽ നിത്യ സന്ദർശകനായി തീർന്നു. സദാ വിയർപ്പിൽ കുതിർന്ന അയാളുടെ വേഷവും ഷേവ് ചെയ്യാത്ത മുരടിച്ച മുഖവും പുക ചുറ്റിയ കണ്ണുകൾ കൊണ്ടുള്ള പരുക്കൻ നോട്ടവും കുടിയൻ്റേതുപോലെ അലസമായ ചലനങ്ങളും തലകുനിച്ചുള്ള നടത്തവും അയാളെ പൊതിഞ്ഞു നിൽക്കുന്ന ബീഡിപ്പുകയുടെ മണവും എല്ലാം അവളെ ഭയപ്പെടുത്തുകയും വെറുപ്പിക്കുകയും ചെയ്തു. താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെന്ന നിലയിൽ തെല്ല അവകാശാധികാരങ്ങൾ കൂടി സംഭാഷണത്തിലും പെരുമാറ്റത്തിലും അയാൾ കാട്ടിത്തുടങ്ങിയിരുന്നു. കല്യാണം ഉറപ്പിക്കലിൻ്റെ തലേ ദിവസം അയാൾ പണി കഴിഞ്ഞ് ബേബിച്ചനോടൊപ്പം വീട്ടിലെത്തി. തിണ്ണയിൽ പിറ്റേന്നത്തെ കാര്യങ്ങളെപ്പറ്റി അവർ കൂടി ആലോചിക്കുന്നത് ഷീബയ്ക്ക് കേൾക്കാമായിരുന്നു. പെട്ടെന്ന് തിണ്ണയിലെ സംസാരം നിലച്ചു. മുറ്റത്തൊരു കാലച്ച കേട്ടു. ആരെ കാണാനാടാ പട്ടി നീ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ബേബിച്ചൻ്റെ പക നിറഞ്ഞ ചോദ്യം. ഷീബയുടെ നെഞ്ചിലൂടെ ഒരു വിറയൽ പാഞ്ഞു പോയി. അവൾ പിടഞ്ഞെണീറ്റ് ഇഷ്ടികപ്പൊത്തിലൂടെ നോക്കി. താഴെ റോഡിൽ ഒതുക്കിയിട്ട ചുവന്ന മാരുതി കാർ, മുറ്റത്ത് എന്തിനും തയ്യാറെന്ന പോലെ നിൽക്കുന്ന ജിമ്മിച്ചൻ. ദൈവമേ! അവൾ നെഞ്ചിൽ കൈവച്ചു. കാതടിപ്പിക്കുന്ന ഒരു തെറിയോടൊപ്പം ചീറിക്കൊണ്ട് ബേബിച്ചൻ മുറ്റത്തേക്ക് ചാടിയിറങ്ങുന്ന ശബ്ദവും അവൾ കേട്ടു. ബേബിച്ചൻ ജിമ്മിച്ചൻ്റെ നേർക്ക് കൈ ഓങ്ങിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു. ജിമ്മിച്ചൻ മെല്ലെ പിന്നോക്കം നീങ്ങി. ചേട്ടാ, വഴക്കുണ്ടാക്കാൻ വന്നതല്ല ഞാൻ. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. 1 മിനിറ്റ്, ഞാൻ പൊയ്ക്കൊള്ളാം. ഇറങ്ങി പോട നായെ എൻ്റെ മുറ്റത്തൂന്ന്. ബേബിച്ചനാ ചീറി. അച്ചായ, ബഹളം ഉണ്ടാക്കരുതെന്ന് പറ. ഞാൻ ഇപ്പം തന്നെ മടങ്ങിപ്പോയിക്കോളാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. ജിമ്മിച്ചൻ പൗലോസിയേട്ടനെ നോക്കി അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു. മിണ്ടരുത് നീ, ഈ മുറ്റത്തു നിന്ന് ശബ്ദിക്കരുത്. പൗലോസിയേട്ടൻ ആക്രോശിച്ചു. പോവില്ല ഞാൻ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. ജിമ്മിച്ചൻ ഒരുതരം ഉന്മാദാവസ്ഥയിലായിരുന്നു. ഷീബയ്ക്ക് ജനലിലൂടെ കാണാമായിരുന്നു ജിമ്മിച്ചൻ്റെ മുഖം. ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന മട്ടിൽ ചുവന്നു വിങ്ങുന്ന ചുണ്ടുകൾ വിറകൊള്ളുന്നു. അവൻ ക്ഷീണിതനും പരവശനുമാണെന്ന് അവൾക്ക് തോന്നി. അവൻ്റെ കണ്ണുകൾ പ്രകാശം മങ്ങി കലങ്ങി കിടക്കുന്നു. കിടക്കപ്പായിൽ നിന്ന് അതേപടി എഴുന്നേറ്റ് വന്നതുപോലെ അവൻ്റെ വേഷവും മുടിയും താറുമാറായി കിടന്നു. അടിച്ചിറക്കി വിടറ അവനെ. ചാച്ചൻ പറയുന്നത് കേട്ട് അവളുടെ ഉള്ളം നടുങ്ങി. ജിമ്മിച്ചൻ വഴക്കുണ്ടാക്കാതെ പോയിരുന്നെങ്കിൽ എന്നവൾ ആശ്വസിച്ചു. എന്നാൽ ജിമ്മിച്ചൻ്റെ മേൽ കൈവയ്ക്കാനുള്ള ധൈര്യം ബേബിച്ചനുണ്ടായില്ല. എല്ലാം കണ്ടും കേട്ടും തിണ്ണയിൽ ഇരിക്കുകയായിരുന്ന ജോണിക്കുട്ടി എഴുന്നേറ്റ് കൈലി മടക്കി കുത്തിക്കൊണ്ട് മുറ്റത്തേക്കിറങ്ങി. ഒരു അപരിചിതൻ്റെ മേൽ കൈവയ്ക്കാൻ സംസ്കാരഹീനർക്ക് മാത്രം
കഴിയുന്ന അതേ രീതിയിൽ തന്നെ അയാൾ ജിമ്മിച്ചൻ്റെ കഴുത്തിന് പിടിച്ച് പിന്നോട്ട് തള്ളി. ബേബിച്ചന് അത്രയും ഒരു തുടക്കം തന്നെ ധാരാളമായിരുന്നു. അയാൾ കൈവീശി ജിമ്മിച്ചൻ്റെ മുഖത്തടിച്ചുകൊണ്ട് കന്നമർന്നതുപോലെ അമറി. ഇറങ്ങിപ്പോടാ പട്ടി, ഞങ്ങളുടെ വല്യപ്പച്ചനെ ചതച്ചു കൊന്ന് ഞങ്ങളുടെ കുടുംബം കുളം തോണ്ടിയ കുടുംബത്തിൽ നല്ലേടാ നിന്റെ വരവ്, പോടാ. ജിമ്മിച്ചൻ ചെറുത്തു നിന്നു. കഴുത്തിന് കുത്തിപ്പിടിക്കാൻ കൈനീട്ടിക്കൊണ്ടുവന്ന ജോണിക്കുട്ടി അവൻ തള്ളിമാറ്റി. പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകുന്നുള്ളടാ. അവൻ ഗോപാന്തനായി കഴിഞ്ഞിരുന്നു. ജോണിക്കുട്ടി കൈ നിവർത്തി ജിമ്മിച്ചൻ്റെ പിടലേക്ക് ഒരു ഇടിയിടിച്ചു. ജിമ്മിച്ചൻ അവൻ്റെ തുണിക്കുത്തിന് പിടിച്ച് കറക്കി മുറ്റക്കോണിലേക്ക് വിട്ടു. വേച്ച് വീടാൻ പോയ ജോണിക്കുട്ടി മുറ്റത്ത് കീറി ഉണങ്ങാനിട്ട തെങ്ങുമടലുമായി പാഞ്ഞു വന്നു. ജിമ്മിച്ചൻ അവർക്കെതിരെ ഭ്രാന്ത് പിടിച്ച കാട്ടുനായിയെപ്പോലെ പൊരുതിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും പൗലോസ് ചേട്ടനും ചാടി ഇറങ്ങി വന്നു. 3 പേരോട് ഒരേ സമയം പൊരുതി നിൽക്കാൻ ജിമ്മിച്ചന് കഴിഞ്ഞില്ല. അവനാണ് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഷീബ നിലവിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഓടിച്ചെന്നു. ഷീബയുടെ അമ്മയും ഓടി മുറ്റത്തെത്തിയിരുന്നു. അവർ അലമുറയിടുന്നത് പോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. മടൽ കൊണ്ടുള്ള അടിയേറ്റ് ജിമ്മിച്ചൻ വീണുപോയി. പൗലോസ് ചേട്ടനും ബേബിയും കൂടി അവനെ നിലത്തിട്ട് ചവിട്ടി ഉരുട്ടി. ജോണിക്കുട്ടി മടൽ കൊണ്ട് വീശി അടിച്ചുകൊണ്ടിരുന്നു. അടിയേറ്റ് മടലിൻ്റെ അറ്റവും ജിമ്മിച്ചൻ്റെ ദേഹവും ചതഞ്ഞു. ഷീബ അവർക്കിടയിൽ കടന്ന് നിലവിളിച്ചുകൊണ്ട് ഓരോരുത്തരെയും തടയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ബേബിച്ചിനെ അവൾ വട്ടം കയറി പിടിച്ചു. തല്ലല്ലേ ബേബിച്ചായ, ഇനിയൊന്നും ചെയ്യല്ലേ, അവൾ കെഞ്ചിക്കരഞ്ഞു. ബേബിച്ചൻ ശക്തിയായി കുതിറിച്ചു. ഷീബ തെറിച്ചു വീണു. തല്ലിക്കൊല്ലട അവനെ, പൗലോസ് ചേട്ടൻ കൊലവിളി മുഴക്കി. ഷീബ പിരണ്ടണീറ്റ് വന്ന് ജിമ്മിച്ചൻ്റെ മേൽ വീണു കിടന്നു. ബേബിച്ചനും പൗലോസ് ചേട്ടനും എത്ര ശ്രമിച്ചിട്ടും അവളെ വലിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവർ അടിക്കുന്നത് നിർത്തി. ബേബിച്ചൻ വല്ല വിധേനയും ഷീബയെ വലിച്ചു പൊക്കി. ഇനി തല്ലല്ലേ ബേബിച്ചായ, ദൈവത്തെ ഓർത്തൊന്നും ചെയ്യല്ലേ, എണീച്ചു പോകാൻ പറയടി ഈ പട്ടിയോട്, ഇവിടെ കിടന്ന് ചാകാതെ. പൗലോസ് ചേട്ടൻ കിതച്ചുകൊണ്ട് ചുമരിൻ്റെ പുറംഭിത്തിയിലേക്ക് ചാരി. അയൽപക്കങ്ങളിലുള്ളവർ അവരവരുടെ വീടുകളുടെ മുറ്റത്തും പറമ്പിൻ്റെ അരികിലും വന്നു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. റോഡിലെ പോയിക്കൊണ്ടിരുന്ന വഴിയാത്രക്കാരും അടികലശൽ കണ്ട് നിൽക്കുകയാണ്. ജിമ്മിച്ചൻ കൈകാൽ മുട്ടുകൾ നിലത്തൂന്നി മെല്ലെ എഴുന്നേറ്റു. അവൻ്റെ ദേഹമാകെ മണ്ണും ചോരയും പുരണ്ടിരുന്നു. നിൽപ്പുറയ്ക്കാഞ്ഞ് അവൻ വേച്ചു വീഴാൻ പോയി. നിലതെറ്റിയ കുടിയനെ പോലെ അവൻ ആടിയാടി നിന്നു. അവൻ്റെ ചുണ്ടും കവിളും നെറ്റിയും മുറിഞ്ഞ് ചോരയൊഴുകിക്കൊണ്ടിരുന്നു. കരുവാളിച്ചു പോയ മുഖത്ത് നിറയെ ചോരപ്പാടുകൾ. കവിളത്ത് നീര് വന്നു വീങ്ങി. ഇടത് കണ്ണ് അടഞ്ഞുപോയി. അവൻ ഓരോരുത്തരെയും മാറി മാറി നോക്കി. തൃപ്തിയായോ നിങ്ങൾക്ക്? തീർന്നോ നിങ്ങളുടെ പ്രതികാരം? അവൻ്റെ തൊണ്ടയിടറി. തീർന്നെങ്കിൽ ഇനിയെങ്കിലും അവളെ എനിക്ക് താ. അവൻ ഷീബയുടെ നേർക്ക് വിരൽ ചൂണ്ടി. പൊന്നുപോലെ നോക്കിക്കോളാം ഞാനിവളെ. ഷീബ അമ്മയോട് ചേർന്ന് നിന്ന് ഏങ്ങലടിച്ച് കരഞ്ഞു. എന്നെ കൊന്നാലേ നിങ്ങളുടെ പക തീരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് എന്നെ കൊല്ല്, ഞാൻ നിന്ന് തരാം. അവന് പോരെന്ന് തോന്നുന്നു. ജോണിക്കുട്ടി നിലത്ത് കിടന്ന മടൽ കുനിഞ്ഞെടുത്തു. അവൻ അത് ഓങ്ങി പിടിച്ചുകൊണ്ട് ജിമ്മിച്ചൻ്റെ നേരെ ചെന്നു. ഷീബ വേഗം ജിമ്മിച്ചന് മറയായി നിന്നു. തൊട്ടുപോകരുത്, അവൾ ഈറ്റപ്പുലിയെ പോലെ ചീറി. നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും ഞാൻ. നിനക്കെന്താ അവകാശം ഇവിടെ വരുന്നവരെ തല്ലാൻ? അവൾ ജലിക്കുകയായിരുന്നു. ജോണിക്കുട്ടി ഞെട്ടിപ്പോയി. അവൻ്റെ മുഖം വിളറി. അവൻ അങ്ങിങ്ങ് പതറി പതറി നോക്കി. നീയാ ഈ മുറ്റത്തു നിന്ന് ആദ്യം ഇറങ്ങേണ്ടത്. ആങ്ങളയ്ക്ക് കള്ളും കാശും കൊടുത്ത പെങ്ങളെ പിടിക്കാൻ നടക്കുന്ന നീയ്. ഷീബയ്ക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടെന്ന് ആദ്യം കാണുകയായിരുന്നു അവർ. ഇങ്ങനെയൊരു സ്വരമുണ്ടെന്ന് ആദ്യം കേൾക്കുകയായിരുന്നു. കിണറ്റുവെള്ളവും കരിക്കലങ്ങളുമായി ആരോടും പരാതിയില്ലാതെ നടന്ന പെണ്ണ്. ജോണിക്കുട്ടി ബേബിച്ചിനെയും പൗലോസിയേട്ടനെയും നോക്കി. അവരും അന്താളിച്ച് നിൽക്കുകയാണ്. കയ്യിലിരുന്ന മടൽ നിലത്തിട്ടിട്ട് അയാൾ നടന്നു. മുറ്റത്തിനരികിൽ ചെന്നിട്ട് അയാൾ ഷീബയെ നോക്കി പറഞ്ഞു, നിന്നെ ഞാൻ കണ്ടോളാമടി, എൻ്റെ കയ്യിൽ വരുമല്ലോ നീ. അന്ന് ഞാൻ കണക്ക് തീർത്തോളാം. അയൽപ്പക്കത്തുള്ള പുരുഷന്മാരിൽ ചിലർ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ജിമ്മിച്ചൻ എന്തിനാ ഇനി നിൽക്കുന്നേ? പൊയ്ക്കോ. എന്നെ ഇവിടെ ഇട്ട് വെറുതെ തീരിയിറ്റാതെ പൊയ്ക്കോ. എന്നെപ്പോലെ ഒരുത്തിയെ സ്നേഹിച്ചതിന് പ്രതിഫലം കിട്ടിയില്ലേ? ഷീബ ജിമ്മിച്ചനെ നോക്കി നെഞ്ചു പൊട്ടിക്കൊണ്ട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇനി എന്നെ കാണാൻ വരില്ലേ? ഈ ദിക്കിലോട്ട് വരില്ലേ? എനിക്ക് വയ്യ ഇത് കാണാൻ. പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ ഇങ്ങനെ ഇട്ട് എനിക്ക് വയ്യ. അവൾ മുഖം പൊത്തിക്കൊണ്ട് വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. ജിമ്മിച്ചൻ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചിട്ട് ഒരു നിമിഷം നിന്നു. പൗലോസ് ചേട്ടനെ നോക്കി. നിങ്ങളുടെ മകളെ സ്നേഹിച്ചതല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് കുന്നക്കാട്ട് പാപ്പൻ എന്ന ആൾ ചെയ്ത തെറ്റിന് എന്നെയാണോ ശിക്ഷിക്കേണ്ടത്? ആ പാവം പെൺകുട്ടിയെയാണോ ശിക്ഷിക്കേണ്ടത്? കുന്നക്കാട്ട് പാപ്പൻ്റെ കുടുംബത്തിൽ അംഗമായി പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? നിങ്ങൾക്കൊരു മനസാക്ഷിയില്ലേ? ഇല്ലേ? എന്താ ഇവിടെ പ്രശ്നം? ആരാണത്?
ബഹളം ഒതുങ്ങിയെന്ന് കണ്ട് വിവരമറിയാൻ വന്ന അയൽക്കാരിൽ ചിലർ തിരക്കി. ജിമ്മിച്ചൻ ബേബിച്ചനോടായി പറഞ്ഞു, തോറ്റു പോവുകയല്ല ഞാൻ, ഇനിയും വരും ഞാൻ. അവളുടെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം എത്ര കാലം നിലനിൽക്കുന്നുവോ അതുവരെ ഞാനിവിടെ വരും. ജിമ്മിച്ചൻ ഇടറുന്ന പാദങ്ങൾ സൂക്ഷിച്ചു വെച്ച് നടക്കലിറങ്ങി. നിനക്കിനി ഇവിടെ വരേണ്ടി വരില്ലടാ, ബേബിച്ചൻ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. 2 ആഴ്ചയ്ക്കുള്ളിൽ അവളുടെ കല്യാണം നടത്തും. ഞങ്ങൾ നടത്തിയിരിക്കും. ജിമ്മിച്ചൻ തിരിഞ്ഞു നോക്കി. എങ്കിൽ അന്നായിരിക്കും എൻ്റെ അവസാനത്തെ വരവ്. അവളുടെ കല്യാണത്തിന് പന്തലിലിരുന്ന് ഒരുരുള ചോറുണ്ടിട്ടേ ഞാൻ പോകൂ. കീറിപ്പറഞ്ഞ കുപ്പായം നേരെ പിടിച്ചിടാൻ വൃഥാ ശ്രമിച്ചുകൊണ്ട് അവൻ ആടിയാടി നടന്നുപോയി. മുന്നോട്ടാഞ്ഞ കൈകൾ കാൽമുട്ടിലൂന്നി. എല്ലാം കേട്ടുകൊണ്ടിരുന്ന സിസ്റ്റർ ജസീന്ത നിവർന്ന മൺചുവട്ടിലേക്ക് ചാരി. സാരല്ലേ, മണ്ണ് വയ്ക്കും, ഷീബയുടെ അമ്മ പറഞ്ഞു. ഓ സാരമില്ല. അവർ മൺഭിത്തിയിൽ ചാരി തന്നെ ഇരുന്നു. ബീഡി വലിച്ചുകൊണ്ട് ബേബി തിണ്ണയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പൗലോസി ഏട്ടൻ വാതിൽപ്പടിയുമേൽ ഇരിക്കുകയാണ്. ഷീബയുടെ അമ്മ കട്ടിളയിൽ ചാരി നിൽക്കുകയും. നീ തന്നെ ഒന്ന് പറഞ്ഞ് ഞങ്ങൾ എന്നാ ചെയ്യും? പൗലോസിയേട്ടൻ ദൈന്യതയോടെ സിസ്റ്റർ ജസീന്തയെ നോക്കി. പൗലോസിയേട്ടൻ്റെ അനുജത്തിയാണ് സിസ്റ്റർ ജസീന്ത. പോണ്ടിച്ചേരിയിൽ സെൻറ് ജോസഫ് ഓഫ് ക്ലൂണി എന്ന കന്യാസ്ത്രീ സഭയിൽ പ്രവർത്തിക്കുകയാണ്. ഫ്രാൻസിലെ ക്ലൂണി എന്ന സ്ഥലത്താണ് ഇവരുടെ ആസ്ഥാനം. സിസ്റ്റർ ജസീന്ത കന്യാവ്രതം സ്വീകരിച്ച് ക്ലൂണി സിസ്റ്റേഴ്സിൻ്റെ ഉടുപ്പിട്ടതു മുതൽ അനേകം രാജ്യങ്ങളിൽ സേവനത്തിനായി നിയോഗിക്കപ്പെട്ടിരുന്നു. നാഗാലാൻഡിൽ, പഞ്ചാബിൽ, ഫ്രാൻസിൽ, ബെൽജിയത്തിൽ, ആഫ്രിക്കയിലെ കോങ്കോ റിപ്പബ്ലിക്കിലും, മൊസാംബിക്കിലും, ഒടുവിൽ ബ്രസീലിൽ, ഇപ്പോൾ വീണ്ടും പോണ്ടിച്ചേരിയിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളും അതിൻ്റെ ജനതയും നൽകിയ അനുഭവങ്ങളുടെ രേഖകൾ കാലം അവരുടെ മുഖത്ത് പതിപ്പിച്ചിരുന്നു. മുഖത്ത് ഞൊറിവുകൾ വീഴുകയും മുടിയിൽ വെള്ളി കെട്ടുകയും ചെയ്തിരുന്നു. കൺതടങ്ങളിൽ കറുപ്പുനിഴൽ വീണ് കിടന്നിരുന്നു. എങ്കിലും ശുഭ്രമായ നെറ്റിത്തടത്തിൻ ഹൃദയത്തിൻ്റെ പ്രശാന്തതയും പുകനിറം വീണു തുടങ്ങിയ കണ്ണുകളിൽ അനന്തമായ കാരുണ്യവും തിരിച്ചറിയാമായിരുന്നു. നീ എന്നാ ഒന്നും മിണ്ടാത്തെ? അധിക പ്രസംഗമല്ലേ അവൾ പറയുന്നേ? ഈ കല്യാണം വേണ്ടെന്ന്. ഉറപ്പിച്ച കല്യാണമാ. നാളത്തെ കഴിഞ്ഞ പള്ളിയിൽ ചെന്ന് നിന്ന് മനസ്സമ്മതം പറയേണ്ട പെണ്ണാ. സിസ്റ്റർ ജസീന്ത വെളിച്ചം മങ്ങിയ മുറിക്കോണിലേക്ക് കണ്ണയച്ചു. ഷീബമോളിങ് വന്നേ, അവർ വിളിച്ചു. കരഞ്ഞിയ കണ്ണുകളോടെ ഷീബ അവരുടെ മുന്നിൽ വന്നു നിന്നു. ജസീന്ത അവളുടെ കൈ പിടിച്ചു. കൈത്തണ്ടയിൽ മെല്ലെ തലോടി. എന്താ മോളെ ഇതൊക്കെ? ചാച്ചനും അമ്മയും പറയുന്നത് അനുസരിക്കുകയല്ലേ വേണ്ടത്? നീ എന്തിനാ അവരെ ഇട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? പാവങ്ങളല്ലേ അവർ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അവരോരോന്ന് ചെയ്യുന്നത്? അല്ല, ഒരു കള്ളുകുടിയൻ്റെ കയ്യിൽ എന്നെ പിടിച്ചു കൊടുക്കുകയാണെന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലെന്ന് എനിക്ക് തീർച്ചയാണ്. ഭാരം ഒഴിവാക്കാൻ നോക്കുക. എന്നെ കൊന്നുകളഞ്ഞോട്ടെ, എനിക്ക് സങ്കടമില്ല. അവൻ്റെ കള്ളുകുടിയും ദുശീലങ്ങളും ഒക്കെ മാറ്റാൻ സ്നേഹമുള്ള ഒരു പെണ്ണ് നോക്കിയാൽ പറ്റും മോളെ. ഞാൻ എത്ര പേരെ കണ്ടിരിക്കുന്നു, എത്ര രാജ്യങ്ങളിൽ വെച്ച്. കൊല്ലാനുറച്ച ആയുധവുമായി വന്ന വലിയ കൊലപാതകികൾ വരെ ഒടുവിൽ എൻ്റെ മുമ്പിൽ നിന്ന് വിതുങ്ങി കരഞ്ഞിട്ടുണ്ട്. എനിക്ക് വയ്യ, എനിക്ക് അയാളെ സ്നേഹിക്കാൻ വയ്യ. ഈ മുറ്റത്ത് വെച്ച് എൻ്റെ കൺമുന്നിൽ വെച്ച് ജിമ്മിച്ചനെ അടിച്ചു കൊല്ലാൻ നോക്കിയ മനുഷ്യനെപ്പറ്റി ഓർക്കാൻ പോലും എനിക്ക് വയ്യ. അയാൾ ഒടുവിൽ പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് ഇവരും കേട്ടതല്ലേ? എന്നെ അയാളുടെ കയ്യിൽ കിട്ടട്ടെ എന്ന്, പകരം വീട്ടിക്കൊള്ളാമെന്ന്. അത് അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും. എനിക്ക് ആ ജീവിതം വേണ്ട. ഇളയമയ്ക്ക് കള്ളുകുടിയനെ കൊലയാളികളെ സ്നേഹിച്ച് മാനസാന്തരപ്പെടുത്താൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉടുപ്പിട്ടിരിക്കുന്നത്. അവർ മാറിയില്ലെങ്കിലും ഈ ഉടുപ്പിനൊരു കേടും വരാൻ പോണില്ല. ഞാൻ എൻ്റെ ജീവിതമാ ഒരു കള്ളുകുടിയൻ്റെ മുമ്പിൽ പണയം വെക്കേണ്ടത്. എനിക്കത് പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിലും ഇതുപോലൊരു ദുഷ്ടനെ മാറ്റിയെടുക്കേണ്ട കടമയൊന്നും എനിക്കില്ലല്ലോ. ഷീബ വീറോടെ പറഞ്ഞു. നിന്റെ മനസ്സിൽ ഇപ്പോഴും അവൻ തന്നെയാണല്ലേ? സത്യം പറയാലോ ഇളയമേ? അതെ, ഇപ്പോഴും അതെ, എപ്പോഴും അതെ. ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. എൻ്റെ കൺമുമ്പിലിട്ടല്ലേ ഇവരെല്ലാവരും കൂടി പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ചതച്ചത്. എനിക്ക് വേണ്ടിയിട്ടല്ലേ ജിമ്മിച്ചൻ അത് മുഴുവൻ സഹിച്ചത്? ജിമ്മിച്ചനെ അല്ല ഇവരെ അടിച്ചത്. എൻ്റെ ചങ്കിലിട്ടായിരുന്നു ഓരോ അടിയും. ഇനി എനിക്ക് എത്രയേ പറയാനുള്ളൂ. സ്നേഹിച്ച ആളിൻ്റെ കൂടെയുള്ള ജീവിതം ഞാൻ വേണ്ടെന്ന് വെച്ചേക്കാം ഇവർക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ വെറുക്കുന്നവൻ്റെ കൂടെ ജീവിക്കാൻ എന്നെ നിർബന്ധിക്കരുത്. ഒരു കുറ്റത്തിന് 2 ശിക്ഷ തരുന്ന പോലെയാണ് ഇത്. സിസ്റ്റർ ജസീന്ത ആലോചനയോടെ തലയാട്ടിക്കൊണ്ടിരുന്നു. ഇവളെ കുഞ്ഞമ്മച്ചിയുടെ കൂടെ ഭരണങ്ങാനത്തിന് വിട്ടതാ സകലതിനും കാരണം. ബേബിച്ചൻ അരിശത്തോടെ പറഞ്ഞു. അന്നേ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞതാ, പ്രായമായ പെണ്ണ കണ്ടിടത്തൊന്നും വിടല്ലേന്ന്. ആരും കേട്ടില്ല. മകളെ അരുവിത്തറ പെരുന്നാളിന് വിട്ടതിൻ്റെ സൂക്കേടിപ്പം തീർന്നില്ലേ? സിസ്റ്റർ ജസീന്ത ബേബിച്ചനെ നോക്കി. നിനക്ക് എന്താ ബേബിച്ച ഇവളെ ആ കൊള്ളരുതാത്തവനെ കൊണ്ട് കെട്ടിക്കണമെന്ന് ഇത്ര നിർബന്ധം? ഇവൾക്ക് അത്രയ്ക്ക് പ്രായമൊന്നുമില്ലല്ലോ.
വേറെ എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട് ഭൂമിയിൽ. എന്തെടുത്ത് കൊടുക്കും? എണ്ണി കൊടുക്കണ്ടേ? ഇതാകുമ്പോൾ 10 പൈസ കൊടുക്കണ്ട, ബേബിച്ചൻ ന്യായീകരിച്ചു. അത് ശരിയാ, ബേബിച്ചായന് ഇഷ്ടം പോലെ കള്ള് വാങ്ങി കൊടുത്തോളുകയും ചെയ്യും, ഷീബ അമർഷത്തോടെ പറഞ്ഞു. നീ മിണ്ടരുത്, ബേബിച്ചൻ അവളുടെ നേർക്ക് കൈ ചൂണ്ടി. ഞാൻ നിശ്ചയിച്ച കല്യാണമാണ് ഇതെങ്കിൽ ഇത് നടന്നിരിക്കും. നടക്കില്ല ബേബിച്ചായ, പള്ളിയിൽ വെച്ച് മനസ്സുജ്യോതി എന്നൊന്നുണ്ടല്ലോ. കട്ടായ ഞാൻ പറഞ്ഞിരിക്കും എനിക്ക് സമ്മതമല്ലെന്ന്. എന്നെ കൊന്നാലും വേണ്ടില്ല. കേട്ടല്ലോ അവളുടെ ധിക്കാരം. ഒറ്റയടിക്ക് പല്ല് മുഴുവൻ താഴെയിടുകയാണ് വേണ്ടത്, ബേബിച്ചൻ അരിശത്തോടെ പറഞ്ഞു. ഉറപ്പിച്ച കല്യാണമല്ലേ, ഇനി അവരോടെന്ത് സമാധാനം പറയും? പൗലോസ് ചേട്ടൻ നെഞ്ചു തിരുമ്പി. മകളെ അടിച്ചും ഭീഷണിപ്പെടുത്തിയും സമ്മതിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ. പക്ഷേ 100 കഷ്ണമായി അറുത്തു മുറിച്ചാലും താൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ ഷീബ ഉറച്ചു നിന്നു. അവളുടെ കവിളത്ത് കരിവാളിച്ചു കിടന്ന വിരൽപ്പാടുകളിലേക്കും പല്ലുവേദനയുള്ളപ്പോഴെന്ന പോലെ താടിയിൽ കാണപ്പെട്ട നീർക്കെട്ടിലേക്കും സിസ്റ്റർ ജസീന്ത മാറി മാറി നോക്കി. ഇവൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു യുവാവും യുവതിയും തമ്മിൽ കണ്ടുമുട്ടി, ഇഷ്ടമായി, സ്നേഹമായി, ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു. എന്താണ് ഇവരെ തടയുന്നത്? പക, മനുഷ്യഹൃദയങ്ങളെ വിക്ഷലിപ്തമാക്കുന്ന പക, ക്ഷമയുടെ നിത്യശത്രു. വാസ്തവത്തിൽ അതൊരു വലിയ പ്രശ്നമാണോ ബേബിച്ച? നമുക്ക് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ. മാപ്പ് കൊടുക്കുന്ന മനുഷ്യനേക്കാൾ നല്ല മനുഷ്യൻ ലോകത്തില്ല. ഈ പിള്ളേർ രണ്ടുപേരും ഒന്നും അറിഞ്ഞോണ്ടല്ലായിരുന്നല്ലോ. ജസീന്ത ഷീബയ്ക്ക് വേണ്ടി വാദിച്ചു. ക്ഷമിക്കാനോ ആ കുടുംബത്തോട്? പൗലോസിയേട്ടൻ പൊട്ടിത്തെറിച്ചു. നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാട് നിനക്കറിയാമല്ലോ. അപ്പം മരിച്ച പിന്നെ സന്തോഷമോ സുഖമോ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. ശരിയാണ്, പക്ഷേ ഒന്നോർത്തു നോക്കിയാൽ ഇതൊന്നും വലിയ കാര്യമല്ല. നിങ്ങൾക്കറിയാമോ, ചോരയിൽ ചവിട്ടി ഞാൻ നടന്നിട്ടുണ്ട്. വിശന്ന് മരിച്ച അനേകം കുഞ്ഞുങ്ങളെ ഞാൻ കുഴിയിലിട്ട് മൂടുന്നത് കണ്ടിട്ടുണ്ട്. വിറക് വെട്ടിക്കൂട്ടുന്നത് പോലെ മനുഷ്യരുടെ തലയും കൈയും കാലും വെട്ടി കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നതിന് മുമ്പിൽ നിന്ന് ഭർത്താവിനെ നഷ്ടപ്പെട്ട സ്ത്രീകളും അപ്പനെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളും അലമുറയിട്ട് കരയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മുമ്പിൽ 2 പേർ തമ്മിൽ സ്നേഹിച്ചു പോയതാണോ വലിയ ദുരന്തം? നമ്മുടെ അപ്പനെ കൊന്ന കൊലയാളിയുടെ കുടുംബത്തിലോട്ട് അവളെ കെട്ടിച്ചു കൊടുക്കണമെന്നാണോ നീ പറഞ്ഞുകൊണ്ട് വരുന്നേ? പൗലോസ് ചേട്ടൻ കുപിതനായി. മനുഷ്യന് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. വേണ്ട എളാമേ, ഷീബ ഇടപെട്ടു. എനിക്ക് വേണ്ട, ഞാൻ ആ മോഹം ഉപേക്ഷിച്ചു. അവളെ പിന്നെ എന്നാ ചെയ്യും? ഷീബയുടെ അമ്മ താടിക്ക് കൈ ഊന്നിരുന്ന് വിലപിച്ചു. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം സിസ്റ്റർ ജസീന്ത പറഞ്ഞു, ഷീബ എൻ്റെ കൂടെ പോരട്ടെ പോണ്ടിച്ചേരിക്ക്. ഞാൻ ഏതായാലും കന്യാസ്ത്രീയാകാൻ തയ്യാറുള്ള പെൺകുട്ടികളെ തേടി വന്നതാണല്ലോ. ഇവളെ മഠത്തിൽ ചേരാൻ വിടാനോ? ഞാൻ സമ്മതിക്കില്ല, പൗലോസിയേട്ടൻ പറഞ്ഞു. ഷീബയ്ക്ക് സമ്മതമാണെങ്കിലോ? നിങ്ങൾക്ക് ഈ ഭാരം കുറഞ്ഞു കിട്ടിയാൽ പോരെ? ജസീന്ത ഷീബയെ നോക്കി. നിനക്ക് എൻ്റെ കൂടെ പോരാൻ സമ്മതമാണോ മോളെ? അവൾ ആലോചനയോടെ നോട്ടം തിരിച്ചു. ഈ വീട്, ദാരിദ്ര്യം പിടിച്ച ജീവിതം, വഴക്കും ശാപവചനങ്ങളും, ഒരു മദ്യപൻ്റെ ഭാര്യാപദം എല്ലാം അവളുടെ അകക്കണ്ണിലൂടെ മിന്നിപ്പാളി കടന്നുപോയി. ജിമ്മിച്ചനോടൊപ്പം ജീവിക്കാൻ കഴിയാത്ത ഈ ലോകത്ത് തനിക്ക് മറ്റൊരു വിവാഹ ജീവിതം വേണ്ട എന്ന് തീരുമാനിക്കാൻ അവൾക്ക് ഏതാനും നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. കന്യാസ്ത്രീയാകാൻ ഞാൻ ഒരുക്കമാ, അവൾ ദൃഢസ്വരത്തിൽ പറഞ്ഞു. പൗലോസിയേട്ടൻ ഞെട്ടിപ്പോയി. ഷീബയുടെ അമ്മയുടെ മുഖത്തും അന്താളിപ്പായിരുന്നു. അങ്ങനെ ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ. കന്യാസ്ത്രീ ആകണമെങ്കിൽ ഒരു ദൈവവിളിയൊക്കെ വേണ്ടേ? സ്നേഹിച്ച ചെറുക്കനെ കിട്ടാത്തവർക്ക് വന്നു ചേരാനുള്ള സ്ഥാപനമല്ലല്ലോ കന്യാസ്ത്രീ മഠം. ബേബിച്ചൻ പരിഹാസ സ്വരത്തിൽ പറഞ്ഞു. അങ്ങനെയുള്ളവർക്കും പറ്റുമടാ. ഒരു കന്യാസ്ത്രീക്ക് സഭാവസ്ത്രം അണിയുന്ന മുഹൂർത്തമാണ് അവളുടെ ദൈവവിളി. ദൈവം നേരത്തെ വിളിച്ചിട്ട് കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചവളൊന്നുമല്ല ഞാനും. വീട്ടിൽ കൊടും പട്ടിണി, കല്യാണം കഴിപ്പിച്ചയക്കാൻ മാർഗമില്ല, ഉടുക്കാൻ വസ്ത്രം തന്നെ കഷ്ടി, കൂടെ അമ്മച്ചിയുടെ നിർബന്ധം, നീ മഠത്തിൽ പോടിയെന്ന്. കല്യാണം കഴിച്ച ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കൂടെ കുടുംബിനിയായിട്ട് ജീവിക്കാനാ ഞാനന്ന് കൊതിച്ചത്. പൗലോച്ചായൻ അറിയാം ഞാൻ എന്തുമാത്രം കരഞ്ഞെന്ന്. അവസാനം ഗത്യന്തരമില്ലാതെ കന്യാവ്രതം സ്വീകരിച്ചു. ഈ ഉടുപ്പിടുന്നത് വരെ വലിയ സങ്കടമായിരുന്നു. ഈ സഭാവസ്ത്രം അണിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഈ വേഷമാണ് എനിക്ക് ഇണങ്ങുന്നതെന്ന്. ദൈവം എനിക്ക് സമ്മാനിച്ച ജീവിതമാണിതെന്ന്. ആരും ഒന്നും മിണ്ടിയില്ല. ഞാനിവളെ പോണ്ടിച്ചേരിക്ക് കൊണ്ടുപോവുക, അത് തീരുമാനിച്ചുവെന്ന് തന്നെ കരുത്. ഇവളൊറ്റയ്ക്കല്ല, വേറെയും 4 പെൺകുട്ടികൾ കൂടി ഇവിടുന്ന് പോരുന്നുണ്ട്. എല്ലാവരും കന്യാസ്ത്രീയാകാൻ മോഹിച്ചിട്ടൊന്നുമല്ല. ഞാൻ അവരോട് എന്തു പറയും? ജോണിക്കുട്ടിയുടെ വീട്ടുകാരോട് അവൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? ബേബിച്ചൻ കൈകൾ കൂട്ടിത്തിരുമ്മി. പെങ്ങൾക്ക് കല്യാണം ഇഷ്ടമില്ലാത്തത് കൊണ്ട് കന്യാമഠത്തിൽ ചേരാൻ പോയി എന്ന് തന്നെ പറഞ്ഞേക്കണം. പെങ്ങളുടെ പേര് പറഞ്ഞ് കുടിച്ചത്രയും കള്ള് തിരിച്ചു വാങ്ങിക്കൊടുത്താൽ തീരാനുള്ള കടമല്ലേ ബാക്കിയുള്ളൂ. അതൊരു കടമായിട്ട് കണക്കാക്കണ്ട, ഷീബ പറഞ്ഞു.
അവൾ അവരുടെ മുമ്പിൽ നിന്ന് മുറിക്കുള്ളിലെ കാവ്യനിറമുള്ള ഇരുട്ടിലേക്ക് പിൻവാങ്ങുകയും ചെയ്തു. റോസമ്മ പല ആവർത്തി ചെന്ന് വിളിച്ചതിന് ശേഷമാണ് പാപ്പൻ അത്താഴം കഴിക്കാനായി എഴുന്നേറ്റ് വന്നത്. ഒരു കുടിയനെ പോലെയായിരുന്നു അയാളുടെ നടത്തം. അയാൾ ഒരു കമ്പിളി പുതച്ചിരുന്നു. അത്താഴമേശമേൽ ഭക്ഷണം എടുത്തു വെക്കുമ്പോൾ ഷൈനി കൂടെ കൂടെ വല്യപ്പച്ചനെ നോക്കി. ഇതുവരെ കണ്ടിട്ടുള്ള കുന്നക്കാട്ട് പാപ്പൻ്റെ കടുവയുടെ നിഴലാണതെന്ന് അവൾക്ക് തോന്നി. വൃത്തൻ ചൂളി ചുരുങ്ങി ചെറുതായി പോയിരിക്കുന്നു. 80-ലും നട്ടെല്ല് നിവർത്തി നെഞ്ചു വിരിച്ച് ഉറച്ച കാൽവയ്പ്പുകളോടെ നടന്നയാൾക്ക് ഇപ്പോൾ ചുവടിടറുന്നു. മുതുകിനൊരു കൂനുണ്ടായിരിക്കുന്നു. ആളുകളുടെ മുഖത്ത് നോക്കാൻ മടിക്കുന്നത് പോലെ തോന്നുന്നു. നല്ല തണുപ്പ് അല്ലേ? അയാൾ കസേരയിൽ ചുരുണ്ടുകൂടിയിരുന്ന് ആരോടൊന്നില്ലാതെ പറഞ്ഞു. സാധാരണ കേൾക്കാറുള്ള പാറകൾ കൂട്ടിയുരസുമ്പോഴത്തെ പരുവരുത്തതും ഗംഭീരവുമായ ശബ്ദമായിരുന്നില്ല അത്. ആളുകളെ ഞെട്ടിക്കുകയും നിശബ്ദരാക്കുകയും നിലയ്ക്ക് നിർത്തുകയും ചെയ്തിരുന്ന ആജ്ഞാശക്തി നിറഞ്ഞ ശബ്ദത്തിനു പകരം അത്യാസന്ന രോഗിയുടേതായ ഒരു ഞരക്കം. തണുപ്പ് കൂടുതലുണ്ടെന്നോ ഇല്ലെന്നോ ആരും പറഞ്ഞില്ല. മറ്റുള്ളവർ വിറയ്ക്കുന്ന തണുപ്പിലും കുന്നക്കാട്ട് പാപ്പൻ കാട്ടുപോത്തിനെ പോലെ കൂസലില്ലാതെ നിന്നിരുന്നു. ഇന്ന് പക്ഷേ തണുപ്പ് അധികമൊന്നുമില്ലെന്ന് ഔസേപ്പച്ചന് തോന്നി. പാപ്പൻ കുറേശ്ശെ ആവി പറക്കുന്ന കഞ്ഞി കോരി കുടിച്ചുകൊണ്ടിരുന്നു. ഇന്നും അവൻ വന്നില്ല അല്ലേ? പാപ്പൻ റോസമ്മയെ നോക്കി. ഇല്ല. കുറ്റപ്പെടുത്തുന്ന കണ്ണുകളായിരുന്നു അവരുടേത്. ആ നോട്ടത്തിന് മുമ്പിൽ ഒരു നിമിഷത്തിലധികം പിടിച്ചു നിൽക്കാൻ പാപ്പൻ്റെ കണ്ണുകൾക്ക് കരുത്തുണ്ടായില്ല. ചാട്ടുളി പോലെ മറ്റുള്ളവരിൽ തറഞ്ഞു കയറുകയും നോട്ടം കൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുകയും ചെയ്തിരുന്ന കടുവാപ്പാപ്പൻ്റെ കണ്ണുകൾ ഇപ്പോൾ ഒരു ഭീരുവിൻ്റേതുപോലെ ഉൾവലിഞ്ഞിരിക്കുന്നു. നോട്ടത്തിൽ സങ്കോചം നിറയുന്നു. അവൻ ആരുമില്ലേ ഇവിടെ? പാപ്പൻ്റെ ശബ്ദം പതറി. കഞ്ഞി കുടിക്കുന്നത് മതയാക്കിയിട്ട് അയാൾ എഴുന്നേറ്റ് കൈ കഴുകി. ഉടൻ തന്നെ തൻ്റെ ഉറക്കറയിലേക്ക് പോവുകയും ചെയ്തു. റോസമ്മ ഭർത്താവിൻ്റെ അടുത്ത് വന്നു. അവൻ പോയിട്ട് എത്ര ദിവസമായി എന്ന് ഓർമ്മയുണ്ടോ? അവർ വേദനയോടെ ചോദിച്ചു. ആ, ഔസേപ്പച്ചൻ മെല്ലെ തലയാട്ടി. എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചേ? നമ്മളും അവൻ്റെ കൂടെ ഇറങ്ങിപ്പോണോ അതോ ഇവിടെ ഇങ്ങനെ? അപ്പച്ചനാകെ വിഷമിച്ച് നടക്കുകയാ. നമ്മളെക്കാൾ വിഷമമുണ്ട്. നീ കണ്ടില്ലേ? ആളു മാറിപ്പോയില്ലേ? എന്നാലും ചോദിക്കാനുള്ളത് ചോദിക്കണ്ടേ? വലിയ രാജാവല്ലായിരുന്നോ കടുവ? എന്തായിരുന്നു ശൗര്യം? റോസമ്മയുടെ വാക്കുകളിൽ അമർഷം പുകഞ്ഞിരുന്നു. ഔസേപ്പച്ചൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റു. ഒരു സിഗരറ്റ് പുകച്ചുകൊണ്ട് അയാൾ ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പാപ്പൻ്റെ മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നു. 2 തവണ വാതിൽക്കൽ വരെ ചെന്നെങ്കിലും അധൈര്യം തോന്നിയിട്ട് അയാൾ പിൻവാങ്ങി. പിന്നെ വല്ലവിധേനയും ധൈര്യം ഭാവിച്ച് വാതിൽക്കൽ ചെന്ന് നിന്നു. പാപ്പൻ കട്ടിലിൻ്റെ ക്രാസിയിലേക്ക് എടുത്തു വെച്ച തലയിണയിൽ ചാരി കിടക്കുകയായിരുന്നു. പാപ്പൻ മകനെ നോക്കി ചോദ്യഭാവത്തിലൊന്ന് മൂളി. ഔസേപ്പച്ചൻ മുറിക്കുള്ളിലേക്ക് കടന്നു. അവൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനാ. എന്തെങ്കിലും ചെയ്യണ്ടേ? എത്ര ദിവസമായി അവൻ പോയിട്ട്? എവിടെയാ അവൻ? മാനന്തവാടിയിലുണ്ടെന്നാണ് കേട്ടത്. ഏതോ ഒരു ഹോട്ടലിൽ. കുഞ്ഞുമോൻ അറിയാം. ഔസേപ്പച്ചൻ പിന്നെയും എന്തൊക്കെയോ ചോദിക്കാനും പറയാനും ഉണ്ടെന്ന മട്ടിൽ അവിടെ തന്നെ നിന്നു. മുറിക്കുള്ളിൽ നിശബ്ദത കളിയാടി. വാൾ ക്ലോക്കിൻ്റെ മിടിപ്പ് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരുന്നു. അപ്പനോട് ആരും ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. എതിർത്തൊരു വാക്കു പറഞ്ഞിട്ടുമില്ല. പാപ്പൻ മകനെ സൂക്ഷിച്ചു നോക്കി. നിനക്ക് എന്തറിയണം? ഔസേപ്പച്ചനൊന്ന് അറച്ചു. പിന്നെ ശബ്ദം താഴ്ത്തി ചോദിച്ചു. അന്ന് അവൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നോ? കമ്പിളിക്കുള്ളിൽ പാപ്പൻ്റെ ഉടൽ ഒന്നനങ്ങി. ഒരു മൃതദേഹത്തിന് അനക്കം വെച്ചതുപോലെയായിരുന്നു അത്. പാപ്പൻ പതുക്കെ കണ്ണടച്ചു. കൺപോളകൾക്കുള്ളിലെ ഇരുട്ടിലൂടെ കാലത്തിൻ്റെ രഥചക്രങ്ങൾ പിന്നോട്ടുരുണ്ടു. ഒരു മുഴക്കം മാത്രം. നദിക്കരയിലെ ഇരുട്ടിൽ അത് നിലച്ചു. ഓളങ്ങൾ കലമ്പുന്ന ഒച്ച. വള്ളം ഇറക്കണോ പാപ്പ? വെള്ളം കയറ്റമാണെന്ന് തോന്നുന്നു. ഇരുട്ടിൽ വർക്കിച്ചൻ്റെ ശബ്ദം. അയാളുടെ ചുണ്ടത്ത് ബീഡിക്കനൽ കുത്ത്. അക്കരെ കടക്കണ്ടേ? ഇറക്കാം. പണപ്പൊതി സൂക്ഷിച്ചോളണേ പാപ്പ. എൻ്റെ കാലാണെങ്കിൽ നേരെ നിൽക്കുന്നില്ല. നമ്മൾ കുടിച്ചത് കൂടിപ്പോയി. ഞാൻ ഏറ്റെന്ന്. അല്ലെങ്കിൽ ഇങ്ങതാ, ഞാൻ പിടിച്ചോളാം. ഇനിയിപ്പോൾ അക്കരെ ചെന്നിട്ട് പിടിച്ചാൽ മതി. വെട്ടിയെറിയുന്ന ഒഴുക്ക്. വള്ളം നീങ്ങിക്കഴിഞ്ഞാണ് പിശാച് തലയിൽ കയറിയത്. വർക്കിച്ചൻ്റെ പണപ്പൊതിയുടെ കാര്യം ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നും കൂടാതെ പോയേനെ. മടക്കിക്കുത്തിനടിയിൽ വലിഞ്ഞു മുറുകി വെച്ച മടിശീലയിൽ കൂടെ കൈയമർത്തി. 100 ചിന്തകൾ. വിറക് വെട്ടിയും വെള്ളം കോരിയും മീൻ പിടിച്ചും കൂലിക്ക് തല്ലിയും ഒഴുകിപ്പോകുന്ന ജീവിതം. മലബാറിൽ ചെന്ന് കണ്ട പൊന്നു വിളയുന്ന മണ്ണ്. കള്ളിൻ്റെ ലഹരിയും പ്രേരിപ്പിച്ചിരിക്കണം. അബദ്ധത്തിൽ എന്ന വണ്ണം വെള്ളത്തിൽ വീണ് മുങ്ങിയിട്ട് നീന്തി കര പറ്റുക. ഒഴുക്കിൽ ഉടുതുണിയോടൊപ്പം പണവും നഷ്ടപ്പെട്ടു എന്ന് വരുത്തുക. അതായിരുന്നു
ആദ്യം തോന്നിയ ബുദ്ധി, പിന്നെ തോന്നി അതിലുമുണ്ട് അപകടം. വള്ളം മറിക്കാം. കുടി കൂടുതലായതുകൊണ്ട് വർക്കിച്ചൻ നീന്തി രക്ഷപ്പെടാനിടയില്ല. പക്ഷെ വള്ളം മറിയണ്ടേ? വെള്ളത്തിലേക്ക് ചാടി വള്ളം പിടിച്ചു മറിച്ചു. വർക്കിച്ചന് പക്ഷെ നീന്തി പതയ്ക്കാനും വള്ളത്തിൽ പിടിച്ചു കിടക്കാനുമുള്ള കെൽപ്പ് ശേഷിച്ചിരുന്നു. ഒരു വട്ടമേ ആലോചിച്ചുള്ളൂ, ഇതാണ് ഒരേ ഒരു അവസരം, ജീവിതം കരിപ്പിടിപ്പിക്കാനും തകർത്ത് കളയാനും. വരുന്നത് പോലെ വരട്ടെ. പാപ്പച്ചി മാത്രമേയുള്ളൂ സാക്ഷി. അവനും മറുകര പറ്റുകയില്ല. വള്ളത്തിൽ പരതി പിടിച്ച വർക്കിച്ചൻ്റെ നേർക്ക് കാൽ നീട്ടി ഒന്നറച്ചുവെങ്കിലും ശരിക്ക് ചവിട്ടി തള്ളി. രണ്ടാമതും അവൻ നീന്തി പതച്ചു വന്നു. പിന്നെ ഒന്നും നോക്കാനുണ്ടായിരുന്നില്ല. വള്ളത്തിൽ നിന്ന് പിടിവിട്ട് അവനെയും കൊണ്ട് മുങ്ങി. ഇനി അവൻ വെള്ളത്തിനു മീതെ തല പൊക്കരുതെന്ന് ഉറപ്പിച്ചു. മരണപരാക്രമത്തിനിടയിലെ അവൻ്റെ നീരാളിപ്പിടുത്തത്തിൽ മുങ്ങിച്ചാവേണ്ടതായിരുന്നു. കരപറ്റിയ പാപ്പച്ചിയെ കടാരമുനയിൽ നിർത്താൻ കഴിഞ്ഞു. പിന്നെ ഒരു നാടിനെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാനും. നിറഞ്ഞ മടിശീലയുമായി വയനാടൻ ചുരം കയറുമ്പോൾ നേരിയ കുറ്റബോധം മനസ്സിൽ ബാക്കി കിടന്നു. വേണ്ടായിരുന്നു, കൊല്ലേണ്ടായിരുന്നു. സമാധാനിക്കാൻ ഒരു പഴമൊഴി. ഒന്ന് ചീഞ്ഞിട്ടേ മറ്റൊന്നിന് വളമാകൂ. ഒരുപാട് പണമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും 20 ഏക്കർ വനഭൂമി കൈവശപ്പെടുത്താൻ ഉതകി. പിന്നെ അതിലൊരു കൂര വയ്ക്കാനും അത്യാവശ്യം വീട്ടുസാമാനങ്ങൾക്കും കൃഷിപ്പണികൾക്കും. മനുഷ്യൻ്റെ പ്രതീക്ഷ കെടുത്തിക്കളയുന്ന പ്രതികൂലമായ കാലാവസ്ഥയോടും വന്യമൃഗങ്ങളോടും മഹാരോഗങ്ങളോടും ഒരുപോലെ പടവെട്ടിയാണ് കാലുറപ്പിച്ചതും നിലനിന്നതും. രാപ്പകലെന്നില്ലാതെ കഠിനാധ്വാനം ചെയ്തിരുന്നു. 6 or 7 മാസത്തെ കഠിനാധ്വാനം ഒറ്റ രാത്രി കൊണ്ട് കാട്ടാനക്കൂട്ടം ചവിട്ടിയരിച്ചത് കണി കണ്ടാണ് മിക്ക പുലർച്ചകളിൽ ഉണരുക. താമസിച്ചിരുന്ന കൂര തന്നെ എത്രയോ കാട്ടാനകൾ തുരത്തെറിഞ്ഞു. കോരിച്ചുരുട്ടിയ തുമ്പിക്കൈയിൽ നിന്ന് വഴുതിച്ചാടി കഷ്ടിച്ച് ജീവൻ രക്ഷിച്ച സന്ദർഭവും ഉണ്ടായിരുന്നു. എല്ലാം ഇട്ടെറിഞ്ഞ് കയ്യും വീശി ലോകത്തിൻ്റെ വേറെ ഏതെങ്കിലും അറ്റത്തേക്ക് നടന്നു പോയാലോ എന്ന് 1000 വട്ടം ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴും മനസ്സൊന്ന് തിരുത്തും. ശരി, ഒരു കൈ കൂടി നോക്കാം. മുതലക്കോടത്തുനിന്ന് വിറ്റുപെറുക്കി പോന്ന കുഞ്ചറിയാച്ചൻ സഹികെട്ട് ക്ഷമ നശിച്ച് 25 ഏക്കർ ഭൂമി ഉപേക്ഷിച്ച് കളഞ്ഞിട്ടാണ് നാട്ടിലേക്ക് മടങ്ങിയത്. ആ വസ്തുവിനൊരു തീറ് വിലയിട്ട് പിറ്റേ കൊല്ലം മുതലക്കോടത്ത് കൊണ്ടുപോയി കൊടുത്ത് കുഞ്ചറിയാച്ചനോട് കൈവശാവകാശം എഴുതി വാങ്ങുമ്പോഴും ചങ്കൂറ്റവും കൈക്കരുത്തുമല്ലാതെ പിടിച്ചു നിൽക്കാമെന്ന വിശ്വാസം ഒന്നുമില്ലായിരുന്നു. പൊരുതിയാണ് നേടിയത്, ജീവൻ പണയം വെച്ച്. 20 ഏക്കർ 100ആയും 2000ആയും വളർന്നു വികസിച്ചത് ഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നില്ല. ബുദ്ധിയും ശക്തിയും യഥാവിധി ഉപയോഗിച്ചിട്ട്. മരണത്തിൻ്റെ മുമ്പിൽ പോലും തലകുനിക്കാത്ത മനക്കരുത്തുകൊണ്ട്. വിശ്രമം എന്തെന്നറിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ചെയ്തുപോയ പാതകമല്ലാതാകുന്നില്ല. പടയോട്ടത്തിനിടയിൽ തനിച്ചാവുമ്പോഴൊക്കെ ഇരുട്ടിൽ കരകവിയുന്ന പുഴയും മറിഞ്ഞൊഴുകുന്ന വള്ളവും ഓളത്തിനു മീതെ കൈകാലിട്ടടിച്ച് തല പൊന്തിക്കാൻ ശ്രമിക്കുന്ന വർക്കിച്ചൻ്റെ പ്രാണഭീതി നിറഞ്ഞ മുഖം, ചോരച്ച കണ്ണുകളിലെ ജീവിതാർത്ഥി. പിന്നെ ഒരു പരിഹാസച്ചിരിയോടെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി അവൻ പറയുന്ന പോലെ, എൻ്റെ ചോരയിലാണ് നീ കാലുറപ്പിച്ച് നിൽക്കുന്നത്. വീഴാതെ സൂക്ഷിച്ചോ. നീ എവിടെ ചെന്നെത്തുമെന്ന് എനിക്ക് കാണണം. ഒരു ചെറിയ നടുക്കം പോലെ, ഉൾക്കിടിലം പോലെ ആ ഓർമ്മ നെഞ്ചിലൂടെ കടന്നു പോകും. ഭയപരവശമാകുന്ന മനസ്സിനെ അപ്പോഴും ഇങ്ങനെ സമാധാനിപ്പിക്കും. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. ശരിയാണ്. പാപ്പൻ അത് പാസ്സാക്കുന്ന മട്ടിൽ തല കുലുക്കി പതുക്കെ കണ്ണു തുറന്നു. മുറിയിൽ ഔസേപ്പച്ചനില്ല. അവൻ എപ്പോഴാണ് പോയത്? പാപ്പൻ മെല്ലെ എഴുന്നേറ്റു. തണുപ്പ്. കമ്പിളി കൊണ്ട് മേലെ ആസകലം മൂടി പുതച്ചു. വയ്യാതായിരിക്കുന്നു. അതും ഏതാനും ദിവസങ്ങൾ കൊണ്ട്. ഒരു 20 കൊല്ലം കൂടി ഈ മട്ടിൽ മുമ്പോട്ട് പോകാൻ കഴിയുമെന്നായിരുന്നു വിശ്വാസം. അത് നിശേഷം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. 20 ദിവസം കൂടി മുമ്പോട്ട് പോകാൻ വയ്യ. ആഗ്രഹമില്ല. പക്ഷേ മുഖം അമ്പേ തകർന്ന തരിപ്പണമായ മനുഷ്യനാണിത്. ആളുകൾ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന കടുവാപ്പാപ്പനല്ല ഇത്. മുഖമില്ലാത്ത നികൃഷ്ട ജീവി, ഘാതകൻ, ആത്മസ്നേഹിതനെ ഒരു പണപ്പൊതിക്ക് വേണ്ടി ചതിച്ചു കൊന്ന നീചൻ, ക്രൂരനായ അത്യാഗ്രഹി. ആളുകളുടെ മുഖത്ത് നോക്കാൻ സങ്കോചം. അവരും അറിഞ്ഞുവോ? അവജ്ഞയോടെ തൻ്റെ നെഞ്ചിന് നേർക്ക് വിരൽ ചൂണ്ടുന്നുവോ? നിശിതമായ കണ്ണുകൾ വിധി പറയുന്നുവോ? പാപ്പൻ ആരെയോ ഭയന്നിട്ടെന്ന വണ്ണം തല താഴ്ത്തി നടന്നു. ഹാളിന് നടുക്ക് എന്തോ ഓർത്തിട്ടെന്ന പോലെ അയാൾ പകച്ചു നിന്നു. ഒരു ശബ്ദവും കേൾക്കാനില്ലായിരുന്നു. ആ വലിയ വീടിനുള്ളിൽ മറ്റാരുമില്ലെന്ന് അയാൾക്ക് തോന്നി. ശ്മശാന മൂകത. തനിച്ചാണിവിടെ. ഒരു ശവക്കല്ലറയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയതുപോലെ അയാൾ ചകിതനായി. വർക്കിച്ചൻ്റെ ശവത്തിനു മീതെ കെട്ടിപ്പൊക്കിയ മന്ദിരമാണിത്. അവൻ കിടന്ന കിടപ്പിൽ ഒന്ന് അനങ്ങിയാൽ, ഒന്ന് കുലുങ്ങി ചിരിച്ചാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനുള്ളതേ ഉള്ളൂ ഇത്. ഏതു കുറ്റത്തിനും വിചാരണയും ശിക്ഷാവിധിയും ഉണ്ടാകും. അല്ലെങ്കിൽ 52 വർഷം മുമ്പേ തേഞ്ഞുമാഞ്ഞു പോയൊരു സംഭവം
ഓർക്കാപ്പുറത്ത് ചെകുത്താൻ്റെ ഇരുട്ടടി പോലെ തൻ്റെ ഭവനത്തിൻ്റെ മുഖവാതിലിൽ പതുകിയില്ലല്ലോ. ഈ കണക്ക് തീർക്കൽ ആരുടെ വിഹിതമാണ്? വിധിയുടെയോ ദൈവത്തിൻ്റെയോ? അല്ലെങ്കിൽ ഇക്കൊല്ലം അരുവിത്തുറ പെരുന്നാൾ കൂടാൻ ജയനോടൊപ്പം പോകണമെന്ന് അവന് തോന്നുകയില്ലല്ലോ. പോകാൻ താൻ അവന് സമ്മതം കൊടുക്കുകയുമില്ലല്ലോ. കുളത്തൂക്കടവിലെ വർക്കിച്ചൻ്റെ കൊച്ചുമകൾ ജയൻ്റെ ഭാര്യ വീട്ടിൽ അതിഥിയായി എത്തുകയും ജിമ്മിച്ചൻ അവളെ കാണുകയും പരസ്പരം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുകയില്ലല്ലോ. അദൃശ്യമായ ഒരു കൈ ഇതിലുണ്ടെന്ന് തീർച്ച. ഇത്രകാലം നിലനിർത്തിപ്പോന്ന പ്രൗഢി, പ്രമാണിത്വം, ഗാംഭീര്യം, അന്തസ്സ്, മാന്യത ഇവയെല്ലാം ഒറ്റയടിക്ക് തകർന്നു വീണത്. സ്വന്തം മകൻ്റെ മുമ്പിൽ തലകുനിക്കാതെ നിൽക്കാം, റോസമ്മയുടെ മുമ്പിൽ നിൽക്കാം, ഷൈനിയുടെ മുമ്പിൽ നിൽക്കാം, ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കാം. പക്ഷേ ജിമ്മിച്ചിൻ്റെ മുന്നിൽ നിൽക്കാൻ, അവൻ്റെ മുഖത്ത് നോക്കാൻ, അവൻ്റെ കണ്ണുകളെ നേരിടാൻ വയ്യ, കരുത്തില്ല. അതിനേക്കാൾ മരണമാണ് നന്ന്. അവൻ്റെ മുമ്പിൽ ഒരു കളിമൺ വിഗ്രഹം പോലെ തകർന്നു ചിഹ്നഭന്നമായി കിടക്കുകയാണ് താനിപ്പോൾ. ഇനി തനിക്ക് ഉയർത്തെഴുന്നേൽപ്പില്ല. അവൻ്റെ നോട്ടമേറ്റാൽ ഉരുകി ഒലിച്ചു പോകും. വേണ്ട ദൈവമേ, അവൻ ഇനി എന്നെ കാണാതിരിക്കട്ടെ. പാദങ്ങൾ ഇടറി വൃത്തൻ കോണിച്ചുവട്ടിയിലേക്ക് നടന്നു. ജയനും കുഞ്ഞുമോനും ഹോട്ടൽ മുറിയിലെത്തിയപ്പോൾ ജിമ്മിച്ചൻ കിടക്കുകയായിരുന്നു. അവരെ കണ്ട് അവൻ അമർഷത്തോടെ ചോദിച്ചു, ചത്തോന്നറിയാൻ വന്നതാണോടാ? ജിമ്മിച്ചൻ്റെ മുഖത്ത് അവിടെ ബാൻഡേജ് കണ്ട് ജയൻ അന്താളിച്ചു. നിനക്ക് എന്തു പറ്റിയടാ ജിമ്മിച്ച? നീ വല്ല ടൂ വീലറേലും വീണോ? വീണൊന്നുമില്ല. പിന്നെ പ്രതികാരമോ? ആ, കടുവാപ്പാപ്പൻ ചെയ്ത സൽപ്രവർത്തിക്കൊരു പ്രതിഫലം കിട്ടണ്ടേ? 3ാം തലമുറ അത് വാങ്ങിച്ചു കെട്ടുന്നു, അത്രേ ഉള്ളൂ. എടാ, നീ കാര്യങ്ങൾ തെളിച്ചു പറയുന്നുണ്ടോ? ജയന് ദേഷ്യം വന്നു. ജിമ്മിച്ചൻ താൻ ഷീബയെ കാണാൻ കുളത്തൂക്കടവിൽ പോയ സംഭവം മുഴുവൻ അവരോട് വിവരിച്ചു. നിന്നെ അവരെല്ലാവരും കൂടി തല്ലി കൊന്നില്ലല്ലോടാ പന്നി. കുഞ്ഞുമോൻ കൈ ചുരുട്ടി മേശമേൽ ഇടിച്ചു. നിന്നോട് ആര് പറഞ്ഞടാ ഒറ്റയ്ക്ക് അവിടെ പോകാൻ? ഞങ്ങളൊക്കെ നിൻ്റെ ആരാ? പോകണമെന്ന് തോന്നി പോയി, അത്രേ ഉള്ളൂ, ജിമ്മിച്ചൻ പറഞ്ഞു. നീ ഒറ്റയ്ക്ക് പോയത് മോശമായിപ്പോയി ജിമ്മിച്ച. ഞങ്ങളോട് ഒരു വാക്കെങ്കിലും നിനക്ക് പറയാമായിരുന്നു. ഭാഗ്യം കൊണ്ടാ നീ രക്ഷപ്പെട്ടതെന്ന് കരുതിക്കോ. പകി ഇളകി നിൽക്കുന്ന അവർ നിന്നെ കൊന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അവനൊരു രക്തസാക്ഷിയായേനെ. പരിശുദ്ധ പ്രേമത്തിൻ്റെ ബലിയാട്. കുഞ്ഞുമോൻ അമർഷത്തോടെ പരിഹസിച്ചു. ഈ കുഞ്ഞുമോൻ നമ്മൾ കരുതുന്ന പോലെ ഒരു ബ്ലേഡാകേണ്ടവനൊന്നും അല്ല കേട്ടോ. ചില നേരത്ത് അവനെ നല്ലപോലെ സംസാരിക്കാൻ അറിയാം, ജിമ്മിച്ചൻ ചിരിയോടെ പറഞ്ഞു. തമാശ കള ജിമ്മിച്ച. ഇനി എന്ത് ചെയ്യാനാ നിൻ്റെ ഉദ്ദേശം? എത്ര ദിവസമായി നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട്? എനിക്കൊരു ജോലി വേണം. അതിവൻ്റെ ചിട്ടിക്കമ്പനിയിൽ ഡെയിലി പിരിവെടുക്കുന്ന പണിയായാലും തരക്കേടില്ല. എന്നെപ്പോലെ ഒരുത്തന് ജീവിച്ചു പോകണം. എന്നാലും നീ വീട്ടിലേക്കില്ല? ജയൻ അവനെ സൂക്ഷിച്ചു നോക്കി. ഇല്ല, എനിക്കൊരു പണി വേണം. ഡെയിലി പിരിവെടുക്കുന്ന ശമ്പളം കൊണ്ട് വേണം നിനക്ക് ഹോട്ടൽ ബില്ല് കൊടുക്കാനും കാറിൽ ഇടയ്ക്കിടയ്ക്ക് കുളത്തൂക്കടവിന് പോകാനും തല്ലുകൊണ്ട് ആശുപത്രിയിൽ കിടക്കാനും ഒക്കെ അല്ലേ? ഒരു ചിട്ടിപ്പിരിവുകാരന് എത്ര രൂപ ശമ്പളം കിട്ടുമെന്നാ നിൻ്റെ വിചാരം? 12,000 കുഞ്ഞുമോൻ ചോദിച്ചു. ഞാൻ വല്ല കൊച്ചു വാടക വീട്ടിലും കഴിഞ്ഞോളാമെടാ. കാറ് തിരിച്ചു കൊടുക്കാൻ പോവുക. ജിമ്മിച്ചിന് ഉടുതുണി മാത്രം മതി. എന്നാൽ പിന്നെ നോക്കാം. എടാ കുഞ്ഞുമോനെ, കുന്നക്കാട്ട് ജിമ്മിച്ചൻ നിൻ്റെ ചിട്ടിപ്പിരിവെടുക്കാൻ എന്തായാലും വരില്ല. നീ 25,000 ശമ്പളം കൊടുത്താലും, ജയൻ പറഞ്ഞു. പിന്നെ ജിമ്മിച്ചിനെ നോക്കി. ജിമ്മിച്ച, ആ വീട്ടിലൊരു കുന്നക്കാട്ട് പാപ്പൻ മാത്രമല്ല ഉള്ളത്. നിൻ്റെ അപ്പനുണ്ട്, പെറ്റമ്മയുണ്ട്, പെങ്ങളുണ്ട്. അവരെ എല്ലാം ഒറ്റയടിക്ക് ഉപേക്ഷിക്കാനാണോടാ നിൻ്റെ തീരുമാനം? എന്നാലും ബന്ധങ്ങളില്ലാതാകുമോടാ? ഞാൻ ആരെ ഉപേക്ഷിക്കുന്നില്ല, ആരോടും വൈരാഗ്യവുമില്ല. ആ വീട്ടിൽ താമസിക്കാൻ ഞാൻ അർഹനല്ല, ആ സ്വത്തുക്കൾ അനുഭവിക്കാൻ യോഗ്യനുമല്ല. ആ പെണ്ണിൻ്റെ കാര്യത്തിൽ നീ എന്തു ചെയ്യാനാണ് ഉദ്ദേശം? ഇപ്പോൾ ഏറെക്കുറെ തീരുമാനമായില്ലേ? ഇല്ല, ഒരു തവണ കൂടി ഞാൻ അവിടെ പോകും. അപ്പോൾ നീ ഇനിയും ആ കേസ് വിട്ടില്ലേ? എൻ്റെ ജീവൻ ഉപേക്ഷിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് പോലെയാണടാ ഇത്. എന്തായാലും അവളുടെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞല്ലോ, ഇനി എന്തു ചെയ്യാനാ? ഞാൻ ഒന്നുകൂടി പോകൂ അവളെ വിളിക്കാൻ. ഞാൻ സ്നേഹിക്കുന്നത് പോലെ അവൾ എന്നെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ഇറങ്ങി വരും. ഞാൻ കൂട്ടിക്കൊണ്ട് പോരുകയും ചെയ്യും. എന്നിട്ട് ഞങ്ങൾ തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് നടത്തും. അതെല്ലാം ഏർപ്പാട് ചെയ്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ആ പെണ്ണിൻ്റെ തന്തയും തള്ളയും കേസ് കൊടുത്താലോ? പ്രായപൂർത്തി വന്ന പെണ്ണാ, അവളുടെ തീരുമാനമായിരിക്കും ശരിയായ തീരുമാനം. ഇത് വല്ലതും നടക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? കുഞ്ഞുമോൻ ചോദിച്ചു. നടന്നാലും ഇല്ലെങ്കിലും എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യും. അത്രയ്ക്ക് ഞരമ്പിൽ പിടിച്ച പ്രേമമാണോടാ ഇത്? ആകെ 5-6 ദിവസമല്ലേ നീ അവളെ കാണുകയും മിണ്ടുകയും ചെയ്തുള്ളൂ. 5-6 കൊല്ലം കണ്ണിൽ നോക്കിയിരുന്ന് പ്രേമിച്ചവരെ കൂളായിട്ട് ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു.
അതെങ്ങനെയാ? ചിലർക്ക് 5-6 കൊല്ലം പ്രേമിച്ചാലും 5-6 ദിവസത്തെ ഇണക്കം പോലും തോന്നിയെന്ന് വരില്ല. എനിക്കാണെങ്കിൽ ഞാൻ ഷീബയെ കാണാനും സ്നേഹിക്കാനും തുടങ്ങിയിട്ട് അനേകം വർഷങ്ങളായെന്ന് തോന്നുകയാണ്. അപ്പോൾ നീ ഇത് ഉപേക്ഷിക്കില്ല? എടാ കുഞ്ഞുമോനെ, നിനക്ക് ബ്ലേഡ് ബിസിനസ് ഉപേക്ഷിച്ച് കർണാടകത്തിൽ പോയി ദിഗംബര സന്യാസം സ്വീകരിക്കാമോ? എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഷീബയെപ്പോലെ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു പെണ്ണിനെ കൈവിട്ട് കളയേണ്ട കാര്യം എനിക്കുമില്ല. അപ്പോൾ ഇനിയും നീ പോയി തല്ലു കൊള്ളും. ജീവൻ വെടിയാനും തയ്യാറാ. എന്നാൽ ഇനി പോകുന്നതിന് 2 ദിവസം മുമ്പ് വിവരം അറിയിച്ചേക്കണം. നീ ഒറ്റയ്ക്ക് പോകരുത്. ഒരു 4 ജീപ്പിന് ആൾ കാണും. ഞാൻ സംഘടിപ്പിച്ചോളാം. ജിമ്മിച്ചൻ കുഞ്ഞുമോനെ സൂക്ഷിച്ചു നോക്കി. എന്തിനാടാ അത്രേ ആൾക്കാർ? എന്നെ തല്ലിയതിന് പകരം അവരെ തല്ലിച്ചതയ്ക്കാനോ? കണക്കൊന്നും ബാക്കി വെക്കണ്ട. പ്രതികാരത്തിനാണെങ്കിൽ ആരും വേണ്ട കുഞ്ഞുമോനെ. കല്യാണ പാർട്ടിയാണെന്ന് വിചാരിച്ചാൽ മതിയടാ. എന്തായാലും നീ തനിച്ചു പോകണ്ട, കുഞ്ഞുമോൻ തീർത്തു പറഞ്ഞു. പോകാൻ നേരം ജയൻ കുറച്ച് രൂപ ജിമ്മിച്ചൻ്റെ നേർക്ക് നീട്ടി. നിനക്ക് കാശ് അത്യാവശ്യമുള്ള സമയമല്ലേ, ഇരിക്കട്ടെ. വേണ്ട, ഗമ കാണിക്കരുത് ഞങ്ങളുടെ അടുത്ത്. നിങ്ങളുടെ ഈ സ്നേഹവും സഹകരണവും മതി എനിക്ക്. രൂപ ആവശ്യമുണ്ടായാൽ അങ്ങോട്ട് വന്ന് ചോദിക്കാൻ ഒരു മടിയുമില്ല എനിക്ക്. എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു. ജയനും കുഞ്ഞുമോനും പോയി. ജിമ്മിച്ചന് അടികലശലിലുണ്ടായ പരിക്കുകൾ ഭേദമാകാൻ ഏതാനും ദിവസമെടുത്തു. ഒരു ദിവസം ജിമ്മിച്ചൻ കുഞ്ഞുമോനെ ചെന്ന് കണ്ടു പറഞ്ഞു, ഞാൻ മറ്റന്നാൾ കുളത്തൂക്കടവിന് പോവുകയാ. നിന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ. പോകാൻ തന്നെ തീരുമാനിച്ചോ? അതിന് മാറ്റമില്ല. ശരി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ജിമ്മിച്ചൻ ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങി. കുഞ്ഞുമോൻ അപ്പോൾ തന്നെ ജയനുമായി കൂടി ആലോചിച്ചു. അവൻ വിളിച്ചാൽ അവൾ വരുമെങ്കിൽ കൂട്ടിക്കൊണ്ടു വരണം. അവരുടെ രജിസ്റ്റർ മാരേജ് നടത്തണം. അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഏർപ്പാടാക്കണം. കുഞ്ഞുമോൻ പറഞ്ഞു, അതൊക്കെ നമുക്ക് ശരിയാക്കാം. പക്ഷേ അവൾ വന്നില്ലെങ്കിൽ അതോടെ ആ പ്രശ്നം തീർന്നുവെന്ന് കരുതുക. സംഘർഷം ഉണ്ടാകാതെ നോക്കണം. അന്യനാട്ടിൽ ചെന്ന് അടിപിടി കൂടുവാനൊന്നും ഞാനില്ല. അത് ശരിയുമല്ല. 4 വർത്തമാനം പറയണം അവരോട്, അത്രയേ ഉള്ളൂ. ശരി. ഞായറാഴ്ച രാവിലെ 3 ജീപ്പ് നിറച്ച ആളുകളുമായി കുഞ്ഞുമോൻ ഹോട്ടൽ മുറിയിലെത്തി. ജയൻ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. വൈകാതെ അവർ പുറപ്പെട്ടു. അവർ കൊളുത്തൂക്കടവിലെത്തുമ്പോൾ ഉച്ചതിരിഞ്ഞ് 3 മണിയായി. തോടിനിക്കരെ റോഡരികിൽ വണ്ടികൾ ഒതുക്കിയിട്ടു. ജിമ്മിച്ചൻ ഏറ്റവും മുമ്പിലായി ഒറ്റത്തടിപ്പാലം കടന്നു നീങ്ങി. പുറകെ മറ്റുള്ളവരും. ആകെ 41 പേർ. ഷീബയുടെ വീട്ടുമുറ്റത്തേക്ക് അവർ കയറി ചെന്നു. തിണ്ണയിലിരുന്ന് ബീഡി തെറുക്കുകയായിരുന്നു പൗലോസ് ചേട്ടൻ. ജിമ്മിച്ചനോടൊപ്പം വലിയൊരാൾക്കൂട്ടം മുറ്റത്ത് വന്ന് നിരക്കുന്നത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി. ബേബിച്ചാ, എടാ ബേബിച്ചാ, അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചു. ഊണ് കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്ന ബേബിച്ചൻ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വന്നു. മുറ്റത്ത് ജിമ്മിച്ചനോടൊപ്പം ഒരു പട നിരന്നിരിക്കുന്നത് കണ്ട് അവൻ അന്തം വിട്ടു. കുഞ്ഞുമോൻ മുമ്പോട്ട് നീങ്ങി നിന്നു. സംശയിക്കണ്ട, ജിമ്മിച്ചൻ്റെ ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. ചോദിക്കാനും പറയാനും വന്നിരിക്കുക. രണ്ടും കൽപ്പിച്ചു തന്നെ. ബേബിച്ചൻ വേണ്ടി വന്നാൽ ഓടി രക്ഷപ്പെടാൻ വല്ല പഴുതുമുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. ഇവൻ ഈ ജിമ്മിച്ചൻ നിങ്ങളുടെ മകളെ സ്നേഹിച്ചു എന്നൊരു തെറ്റല്ലേ ചെയ്തുള്ളൂ. അവനവളെ കേടുവരുത്തിയൊന്നുമില്ലല്ലോ. ഊവോ? ഇല്ല, പൗലോസ് ചേട്ടൻ പറഞ്ഞു. ഇവിടെ കയറി വന്ന് അവൻ നിങ്ങളുടെ പെണ്ണിനെ പിടിച്ചിറക്കുകയോ നിങ്ങളെ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ. ഇല്ല. നിങ്ങളുടെ പൊന്നും പണവും ഒന്നും അവൻ പിടിച്ചു പറിച്ചുമില്ല. ഇല്ല. എന്നിട്ടും നിങ്ങൾ അവനെ ഈ മുറ്റത്തിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ചതച്ചു. പൗലോസ് ചേട്ടൻ തല കുനിച്ചു. പകരം ചോദിക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഈ വീടും കുടുംബം ഇതേപടി പൊക്കിയെടുത്ത് മീനച്ചിലാറ്റിൽ എറിഞ്ഞു കളഞ്ഞാലും ഞങ്ങളോടാരും ചോദിക്കാനില്ല. അതിനുള്ള ആൾബലവും പണവും ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഞങ്ങൾ അതിനൊന്നും വന്നതല്ല. പൗലോസ് ചേട്ടൻ മുഖമുയർത്തി ചോദ്യഭാവത്തിൽ നോക്കി. ഷീബയെ വിളിച്ചുകൊണ്ടു പോകാൻ വന്നതാ ഞങ്ങൾ. ജിമ്മിച്ചൻ വിളിച്ചാൽ കൂടെ ചെല്ലാൻ അവൾക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും. 3 തരം. കൊണ്ടുപോയി പീഡിപ്പിക്കാനല്ല, കല്യാണം കഴിപ്പിച്ച് അവൻ്റെ ഭാര്യയായിട്ട് കൂടെ താമസിപ്പിക്കാൻ. ഷീബ എവിടെ? വിളിക്ക്. അവൾ ഇവിടെ ഇല്ല, പൗലോസ് ചേട്ടൻ പരിക്ഷീണമായ സ്വരത്തിൽ പറഞ്ഞു. കള്ളം പറയരുത്. എവിടെ പോയി ഷീബ? അവൾ കന്യാസ്ത്രീ മഠത്തിൽ ചേർന്നു. ജിമ്മിച്ചൻ സ്തബ്ധനായി. കുഞ്ഞുമോൻ ഒന്നും മനസ്സിലാകാത്ത പോലെ അവനെ നോക്കി. നുണ. ജിമ്മിച്ചൻ ഒച്ചയെടുത്തു. ഞാനീ പറയുന്നത് സത്യമാണ്. അവൾ കന്യാസ്ത്രീയാകാൻ പോയി. പോണ്ടിച്ചേരിയിലാണ് അവളിപ്പോൾ. ജിമ്മിച്ചനും ജയനും ആദ്യം അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കള്ളം പറയുകയാണ് നിങ്ങൾ. ഷീബ ഇവിടെയുണ്ട്. അവളുടെ കല്യാണം വരെ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരുന്നതല്ലേ നിങ്ങൾ? ജിമ്മിച്ചൻ്റെ സ്വരം പതറിയിരുന്നു. അതൊക്കെ ശരിയാ, പൗലോസ് ചേട്ടൻ പറഞ്ഞു. പക്ഷേ അവൾ ആ കല്യാണത്തിന് സമ്മതിച്ചില്ല. മഠത്തിൽ പോകുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു.
പോയി. എൻ്റെ പെങ്ങള് പോണ്ടിച്ചേരിയിൽ കന്യാസ്ത്രീയാ, അവളാ കൊണ്ടുപോയത്. ജിമ്മിച്ച, നീ ഇതൊന്നും വിശ്വസിച്ചേക്കരുത്. ഇവരവളെ തൽക്കാലം എങ്ങോട്ടോ മാറ്റിയിരിക്കുക, നമ്മൾ കല്യാണം മുടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞുമോൻ വീറോടെ പറഞ്ഞു. പറയാനുള്ളതും ഞാൻ പറഞ്ഞു. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം. കൂടുതലൊന്നും എനിക്ക് പറയാനുമില്ല. പൗലോസ് ചേട്ടൻ തിണ്ണയിലേക്കിരുന്നു. വീട്ടുമുറ്റത്ത് വലിയൊരാൾക്കൂട്ടം കണ്ട് അയൽക്കാരെല്ലാം വെളിയിലിറങ്ങി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താ? അന്യനാട്ടിൽ നിന്ന് വന്ന ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണോ നിങ്ങൾ? ബേബിച്ചനുള്ളിലെ ഭയം മറച്ചു വെച്ച് ചോദിച്ചു. അതേടാ, കുഞ്ഞുമോൻ ചീറി. അവളുണ്ടെങ്കിൽ കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇതെന്താ വെള്ളരിക്കാപ്പട്ടണമോ? മര്യാദകേടിന് ഒരതിരില്ലേ? വീട്ടിൽ സമാധാനപരമായിട്ട് സംസാരിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരനെ തല്ലിച്ചതയ്ക്കുന്നത് ഇവിടുത്തെ മര്യാദയാണ്ടാ റാസ്കൽ. കുഞ്ഞുമോൻ ഒച്ചയിട്ടു. സംഗതി വഷളാകുമെന്ന് പേടിച്ച് ബേബിച്ചൻ പിന്നെ മിണ്ടിയില്ല. എടാ, ഞങ്ങളുടെ ജിമ്മിച്ചനെ തല്ലിയാൽ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാണോ നീയൊക്കെ വിചാരിച്ചത്? അടിച്ച് നിരപ്പാക്കാൻ തന്നെയാണ്ടാ ഞങ്ങൾ വന്നത്. മലബാറിൽ നിന്ന് കോടിക്കണക്കിന് ആൾ ഇനിയും വരും. നിന്റെ വീടിരിക്കുന്നിടത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കും. നോവൽ നാളെ തുടരും.